നമസ്കാരം. ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പെരുന്നയിൽ NSS ആസ്ഥാനത്ത് മന്നം ജയന്തി സമ്മേളനത്തിനാണ് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം രാഹുൽ ഇരുന്നത്. രമേശ് ചെന്നിത്തല, PJ കുര്യൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, MK രാഘവൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇരിക്കുന്ന വരിയിൽ തന്നെയാണ് രാഹുലും ഇരുന്നത്. ഇടയ്ക്ക് സമ്മേളനത്തിനെത്തിയ ചിലർ രാഹുലിനൊപ്പം സെൽഫി എടുക്കുകയും ചെയ്തു. എന്നാൽ പാലക്കാട് MLAക്ക് മുഖം നൽകാതെയാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല മടങ്ങിയത്. രമേശ് ചെന്നിത്തലയെ കണ്ട് സംസാരിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുന്നേറ്റെങ്കിലും മുഖം കൊടുക്കാതെ കടന്നു പോവുകയായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നിർബന്ധിത ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്ന ശേഷം മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയും VD സതീശനും രാഹുലിനെതിരെ ശക്തമായ നിലപാടെടുത്ത് രംഗത്തെത്തിയിരുന്നു. അതേസമയം PJ കുര്യൻ ഒരു സ്വകാര്യ ചാനലിൽ തനിക്കെതിരെ നടത്തിയ പ്രസ്താവനയിലുള്ള അതൃപ്തി രാഹുൽ നേരിട്ട് PJ കുര്യനെ അറിയിക്കുകയും ചെയ്തു. യുവാക്കൾക്ക് പാർട്ടിയിൽ അവസരം നൽകണം, അങ്ങനെ നൽകുമ്പോഴും ചില കാര്യങ്ങൾ മാനദണ്ഡമാക്കണം. രാഹുലിന് പാലക്കാട് സീറ്റ് നൽകരുത് തുടങ്ങിയ കാര്യങ്ങളാണ് ചാനലിനോട് PJ കുര്യൻ പറഞ്ഞത്. ഇക്കാര്യങ്ങളിലുള്ള അതൃപ്തിയാണ് രാഹുൽ കുര്യനെ നേരിട്ട് അറിയിച്ചത്. നേരത്തെയും ഇരുവർക്കിടയിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഒരു യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും മറ്റൊരു യുവതി കൂടി പരാതിയുമായി എത്തുകയും ചെയ്തതോടെ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയായിരുന്നു. കേസായതോടെ ഒളിവിൽ പോയ രാഹുൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ടാണ് തിരിച്ചെത്തിയത്. അന്ന് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ സ്വീകരിച്ചത് കടുത്ത വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം മണ്ഡലത്തിലെത്തി വീണ്ടും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു.